സെറ്റ് ചെയ്ത ആരോ മലെ ആ കണക്ക് എഴുതുന്ന ചേട്ടൻ്റെ അടുത്തേ മരം പോലെ ഇരിക്കാതെ എന്തെങ്കിലും ഒക്കെ ഒന്ന് എഴുതിക്കൊണ്ടിരിക്കാൻ പറയാം. രതീഷേ ready, sir. clap in, clap out and action. പോലീസ് അറിയാം. എന്നാ പിന്നെ പോവുകയല്ലേ? എങ്ങോട്ട്? എടാ, നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത് അങ്ങോട്ടേക്ക്. വരാൻ പറ്റില്ല. കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. അതച്ചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തദസ്വധർമ്മം കീർത്തിം സഹിത്വ പാപം അവാപ്സ്യസി. ഈ ടേക്കിനുള്ള ആരോ സംസാരിക്കുന്നത്? ഇതൊന്നും നോക്കാൻ അവിടെ ആരുമില്ലേ? ഞാൻ ഇങ്ങോട്ട് വരാം. ഇനീഷ്യലി കുറച്ചുകൂടെ ഇന്റൻസ് ആവാറുണ്ട്. അതായത് അവരുടെ ചോദ്യങ്ങൾക്കൊട്ടും ബോധപ്പെടാത്ത രീതിയിൽ. ഓക്കെ വൺ മോർ ആണോ? വൺ മോർ ആണോ? ഒരു 2 മിനിറ്റ് ലൈറ്റ് ഒന്ന് മതി. എടാ ഒന്ന് വേഗം ശരിയാക്കണോ? അതെ, ഐ കോണ്ടാക്ട് ആണ് പ്രശ്നം. ഐ കോണ്ടാക്ട്, അതാണ് പുള്ളി കട്ട് പറഞ്ഞത്. അവര് സംസാരിക്കുന്ന കൂടുതൽ സമയം സീന് മാത്രം നോക്കിയാൽ മതി. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കുകയേ വേണ്ട. ഈ കോൺസ്റ്റബിളിനോട് ഉത്തരം പറയാൻ നേരത്ത് SIനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അയാളെ മുഴുവൻ വെറുതെ ഇഗ്നോർ ചെയ്ത്. ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഈക്വലായിട്ട് കാണുന്നത് CI മാത്രം. അപ്പൊ CIയോട് മാത്രം സംസാരിച്ചാൽ മതി. ആ വണ്ടി എവിടെ കൊണ്ടുപോട്. ഇതെന്തിനാ എന്നോടൊന്നും പറയുന്നത്? തള്ളത്തേക്ക് ഇട്ടാൽ മതി. നമുക്ക് ടേക്ക് പോകാം. റെഡി സാർ. Clap in. Take one. Okay. And action. അതെ, ഐ കോണ്ടാക്ട് ആണ് പ്രശ്നം. ഐ കോണ്ടാക്ട് പഠിപ്പിക്കല്. പോലീസ് കൂടുതൽ സമയം സീന് മാത്രം നോക്കിയാൽ മതി. നിന്നെ പോലുള്ള ടെററിസ്റ്റുകളെ എങ്ങോട്ടാണോ കൊണ്ടുപോകുന്നത്? വരാൻ പറ്റില്ല. ഈ അടുത്ത് നിൽക്കുന്ന പോലീസുകാരനെ ശ്രദ്ധിക്കുകയേ വേണ്ട. ഈ കോൺസ്റ്റബിൾ ചോദിക്കുന്ന മറുപടി ഒന്നും പറയാൻ നിൽക്കണ്ട. കാരണം നിങ്ങളുടെ ഈക്വലായിട്ട് കാണുന്നത് CI മാത്രം. കൊണ്ടുപോകാൻ ഞങ്ങൾക്കറിയാം. ഈ ഐ കോണ്ടാക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ടാണ് പെർഫോമൻസ് ഭയങ്കര വീക്കായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് ഷാർപ്പായിരിക്കണം നമ്മൾ നോക്കണം. കൺഫ്യൂഷൻ വേണ്ട. അത്രേണ്ടി പറഞ്ഞു കേൾക്കണ്ട. ഫോക്കസ്. എനിക്കൊരു ബ്രേക്ക് വേണം. 5 മിനിറ്റ്. ഞാൻ പറഞ്ഞില്ലേ ഐ കോണ്ടാക്ട്. നീ ആരാടാ എന്നെ അഭിനയം പഠിപ്പിക്കാൻ? ഞാൻ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇമാതിരി മേലുപദ്രവം ഒരു നല്ല ആർട്ടിസ്റ്റ് എന്ന പരിപാടിയിലുണ്ട്. എന്നെ അഭിനയം പഠിപ്പിക്കാനൊന്നും നീ ആയിട്ടില്ല. നിനക്ക് സിനിമ എന്താണെന്ന് അറിയാമോ? ക്യാമറ എവിടെയാണ് ഇരിക്കുന്നത്, ഏത് ലെൻസാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് അഭിനയിക്കുന്നത്. അല്ലാണ്ട് നിന്റെ സ്റ്റേജിലെ പരിപാടിയല്ല. അല്ലാത്ത ഒരു ആക്ടിങ്ങിന്റെ തന്നോട് ഞാൻ ആക്ടിങ് ചോദിച്ചോ? ഞാൻ പറഞ്ഞിരുന്നില്ല എനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാന്ന്. താൻ സെറ്റിക്കർ ഷൈൻ ചെയ്യാൻ നോക്കിയല്ലോ. ഇപ്പോഴും കാര്യം മനസ്സിലായി. നിങ്ങൾ പഠിച്ചതിനെ കുറിച്ച് കേട്ടാ നിങ്ങളുടെ കയ്യിൽ നിന്നോ യു തിങ്ക് ടു മച്ച്. എനിക്കൊരു കുഴപ്പമില്ല. താൻ കാരണം കൊണ്ടാണ് ഞാൻ അവിടെ കൺഫ്യൂസ് ആയി പോയത്. ചെറിയൊരു പ്രശ്നമുണ്ട്. കൺഫ്യൂഷൻ ആവണ്ട. ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് ലേണിംഗ്. നമുക്ക് ശരിയാക്കാന്നേ. ഒരു ശരിയാക്കണ്ട. മതി തന്റെ സേവനം. വിട്ടോ. അതെ, സേവനമൊന്നുമല്ല, ഇതെന്റെ ഡ്യൂട്ടിയാണ്. അത് നോക്കിയേ, ഇതിനെ അല്ല നിങ്ങളും കൂടി സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് നിങ്ങളാണ്.
തീർന്നില്ലേ? ആ ഉടമ്പടിയാണ് നിങ്ങൾ കയറി കിടന്നത്. ഈ ഓളം വെട്ടുള്ളവന്മാരെല്ലാം കൂടെ എന്റെ തലയിലോട്ടാണല്ലോ വരുന്നത്. ഒന്ന് പോയി തരാം. ആരവിടെ പോരാണ്? അവരെയും പഠിപ്പിക്കാൻ വണ്ടി തലയെ കുടമാരെ പഠി. തൊപ്പി വെട്ടൊരു കുന്നുവാവ, അരിമുക്കൂടാമൊരു കുന്നുവാവ, തൊപ്പി വെട്ടൊരു കുന്നുവാവ, എന്റെ പൊന്നുവാവ, താമര കണ്ണ കുന്നുവാവ. കുഞ്ഞാവിനെ വെച്ച് പറഞ്ഞോളൂ. ദേ കുഞ്ഞാ വിളിച്ചേക്കണം. ഇവൻ എന്തിനാ വിളിച്ചോണ്ടിരിക്കണേ? ഞാൻ പോണ എന്റെ മൂഡ് പോയി. എടാ ഒരു എനിക്ക് പറ്റില്ല. പിന്നെ പറയുമ്പോ എക്സ്പ്രഷൻ ഞാൻ ആർട്ടിസ്റ്റ് അല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ആ ഫ്ലോ പോയ ബേക്കറിന്റെ കോൾ വന്നപ്പോ കട്ടയട്ടെ. കട്ടിയണ്ട. എന്താ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ വിളിക്കരുതെന്ന്? ഇതൊക്കെ എന്നെ ക്ലോസ് ചെയ്തല്ലേ? ഞാൻ റീകണക്ട് ചെയ്യാനൊന്നും വിളിച്ചതല്ല. പറ. എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല, ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഓക്കെ, ഇപ്പൊ എന്നെ അഭിനയം പഠിപ്പിക്കാൻ അവന്മാരെല്ലാം കൂടെ ഒരുത്തരെ കൊണ്ടുവന്നേക്കുവാ. അത് വളരെ മികച്ചൊരു ഇതാ. റീസെന്റ് 2-3 പടം പൊട്ടിന്നുള്ളത് മാറ്റി നിർത്തിയ ഒന്നുമില്ല, ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ? എന്ത് സൂപ്പർ സ്റ്റാർ ഡേവിഡ്? അൾട്ടിമേറ്റ്ലി യു ആർ ആൻ ആക്ടർ. യു സപ്പോസ് ടു ബി ആൻ ആക്ടർ. യു ഷുഡ് ബി ആൻ ആക്ടർ. ഞാൻ ആക്ടർ അല്ലേ? അത് നീ നിന്റെ അടുത്ത് തന്നെ ചോദിക്ക്. Now that's a change. തിരിച്ചു പറയാനൊന്നും ഇല്ലേ? അപ്പൊ ശരിക്കും വേണ്ടി തീർന്നിരിക്കുകയാണല്ലേ? ഏയ് നീ കരയാണോ? സീരിയസ്ലി ഡേവിഡ്, ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് സത്യം. യു ഇൻസെൻസിറ്റീവ് സെൽഫ് ഓക്യുപൈഡ് പ്രിക്ക്. നീ കാരണം ഞാൻ എത്ര കരഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? എനിക്കിങ്ങനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പോലും ആരുമില്ല. അത് നിന്റെ കുഴപ്പം. ഓക്കെ, ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? ആക്ടിങ്. അത് പഠിക്കുന്ന അങ്ങോട്ട്. ആൻഡ് ഫോർ എ ചേഞ്ച് ചുറ്റുമുള്ളവർ പറയുന്ന ഒന്ന് കൺസിഡർ ചെയ്യ്. അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം കാണും. ആൾക്കാരറിഞ്ഞ എന്ത് വിചാരിക്കും? ഇപ്പൊ എല്ലാരും അറിഞ്ഞില്ല നിന്നെ കൊണ്ട് പറ്റൂലെന്ന്. പിന്നെന്താ കുഴപ്പം? പിന്നെ ഈ സൂപ്പർ സ്റ്റാർ കോൺസെപ്റ്റ് ഒക്കെ ഇവിടെ തന്നെ ഉള്ളൂ. പുറത്തെല്ലാവരും ആക്ടേഴ്സ് ആണ്. എത്ര വലിയ ആക്ടർ ആണെങ്കിലും ഓരോ സിനിമയ്ക്ക് ഓഡിഷൻ ചെയ്യണം. ഇതിപ്പോ എന്താ, അഭിനയം പഠിക്കാൻ പോകുന്നു, നല്ല കാര്യല്ലേ? ഇനിയിപ്പോ ആൾക്കാരെ എന്നെ കുറ്റം പറയാൻ പോയാ അവന്റെ കുഴപ്പം. അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാല്ലേ? നിനക്ക് വേണമെങ്കിൽ ചെയ്യ. അത് പക്ഷെ വർക്കൗട്ട് ആയില്ല. ഞങ്ങൾ തമ്മിൽ തെറ്റി, പുള്ളി പോയി. നാച്ചുറലി. അല്ലെങ്കിൽ പോകുന്നവരുടെ പിറകെ പോകുന്ന ശീലമില്ലല്ലോ. Put some effort at least once in your life, David. ഈ ആൾക്കാരെയൊന്നും എല്ലാ കാലവും പറ്റിക്കാൻ പറ്റൂല. അതിന് ഈ സൂപ്പർ സ്റ്റാർ ഷീൽഡൊന്നും പോരാ. ഞാനൊരു കാര്യം പറയാം, നീ ആദ്യം ഈ പെണ്ണ് പിടിയും പൊടിയടിയൊക്കെ നിർത്തി നിന്റെ കാര്യം നോക്കാൻ നോക്ക്. റോളൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? പൊടി നാറി. മാഡം ഷോട്ട് റെഡി. വരാം. നീലകണ്ഠപുരത്തെ കടവിൽ ചെന്ന് ബ്രാഹ്മണി നദിയിലൂടെ രക്ഷപ്പെടാനാണ് അവർ തീരുമാനിച്ചത്. 1938 ഒക്ടോബർ മാസം 10-ാം തീയതി പാതിരാത്രി കഴിഞ്ഞു കാണും. തോരാതെ പെയ്യുന്ന മഴ. അന്ന് കടവിൽ കാവലിരുന്നത് ബാജിയായിരുന്നു. അപ്പോൾ ഞങ്ങളെ അക്കരെ കടത്തി വിടണം. നിങ്ങൾ പോലീസുകാരല്ലേ? ഇല്ല, നിങ്ങളെ ഒരിക്കലും ഞാൻ കടത്തിവിടില്ല. മോനെ, നല്ല കുട്ടിയല്ലേ, നീ ഞങ്ങളെ അക്കരെ കൊണ്ടാക്കില്ലേ? ഇല്ല എന്നല്ലേ പറഞ്ഞത്? You little rascal! നിങ്ങളുടെ വെടിയുണ്ടകൾ ഞങ്ങളുടെ നെഞ്ചിനെ പിളർക്കില്ല. നിങ്ങളുടെ ലാത്തികൾ ഞങ്ങളുടെ നെഞ്ചിനെ വേദനിപ്പിക്കില്ല. ഇത് പാറ കൊണ്ടുള്ള
ആ നന്നായിരുന്നു ഇത്. എല്ലാവരും നന്നായിരുന്നു കേട്ടോ. നമുക്ക് കുറച്ചും കൂടി എനർജി കൂടി ചെയ്യാം. അതിൻ്റെ ഒരു തോക്കൊടിഞ്ഞു പോയിട്ട് ശരിയാക്കിയല്ലോ, അത് നന്നായി. ഞാൻ വന്നതേ ഏതായാലും നമ്മളന്ന് കൈ കൊടുത്തല്ലേ, അതുകൊണ്ട് തനിക്ക് ഒരു ചാൻസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. നീ ഞങ്ങളെ കടത്തി വിടുന്നുണ്ടോ ഇല്ലയോ? ലൈറ്റ്സ് നീ ഞങ്ങളെ കടത്തി വിടുന്നുണ്ടോ ഇല്ലേ? എനിക്ക് ഈ പരിപാടിയൊന്നും പറ്റില്ല. ബേസിക്കലി എന്താണ് നാടകം? ഞാൻ നാടകം കളിക്കാനല്ല വന്നത്, ഇതല്ല സിനിമ. ഗാലറിയുടെ അങ്ങേ അറ്റത്തിരിക്കുന്നവരെ കാണാൻ വേണ്ടി പണ്ടങ്ങാണ്ട് ചെയ്തു വെച്ച എക്സാജറേഷൻ അല്ല സിനിമ. അവിടെ ലെൻസ് ഉണ്ട്, ക്യാമറ ആംഗിൾ ഉണ്ട്, പൊസിഷനും ഉണ്ട്. സട്ടിലിറ്റിയാണ് വേണ്ടത്, അല്ലാതെ ഇതുപോലെ ഓവർ പരിപാടികളല്ല. അതൊന്നും താൻ നോക്കണ്ട. എന്താണ് ക്യാമറ, എന്താ ലെൻസ്, എന്തോ ഉറക്കം പാടില്ലെന്ന്? ഈ ഓഡിയൻസിനും ക്യാമറനും വേണ്ടിയാണോ ഒരു ആർട്ടിസ്റ്റ് കളിക്കേണ്ടത്? പിന്നെ ഓവറാണോ അണ്ടറാണോ മീറ്ററാണോ ഒക്കെ ഡയറക്ടറുണ്ട്, താനാവണ്ട. ആക്ടർ. നീ ഞങ്ങളെ കടത്തി വിടുന്നുണ്ടോ? യു ലിറ്റിൽ റാസ്കൽ! നീ ഞങ്ങൾ പറഞ്ഞ അനുസരിക്കുന്നുണ്ടല്ലോ? ഇല്ലെങ്കിൽ ഞാൻ വെടിവെക്കും. നിങ്ങൾ വെടിവെച്ചു കൊള്ളുക. നിങ്ങളുടെ വെടിയുണ്ടകൾ ഞങ്ങളുടെ നെഞ്ചിനെ പിളർക്കില്ല. നിങ്ങളുടെ രാത്രികൾ ഞങ്ങളെ വേദനിപ്പിക്കില്ല. ഇത് പാറ കൊണ്ടുള്ളത്. നിങ്ങളുടെ അഹന്തയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ എനിക്ക് മനസ്സില്ല. ഞങ്ങളുടെ ആകാശം, ഞങ്ങളുടെ ഭൂമി, ഞങ്ങളുടെ നാട്, അത് ഞങ്ങളെ വിട്ടു തരില്ല. എന്റെ ആക്ടിങ് അപ്പൊ ഏത് മെത്തേഡാണെന്ന് പറഞ്ഞത്? ഒരു തരം ക്ലാസിക്കലാണ്. ക്ലാസിക്കൽ? ഈ ശോഭന നമ്പി എന്ന ടൈപ്സ് അല്ലേ? എടാ വിനീത്, ക്ലാസിക്കൽ ഡാൻസ് അല്ല പൊട്ടാമാരെ, ക്ലാസിക്കൽ ആക്ടിങ് അല്ലേ? അത് തന്നെ. പിന്നെ ഈ 18-ാം നൂറ്റാണ്ടിലെ ഷേക്സ്പിയർ നാടകത്തിലെ ആക്ടേഴ്സ് ഇല്ലേ, അവരെ പഠിച്ചൊരു രീതിയാണ്. ഡയലോഗാണ് മെയിൻ പരിപാടി. അതങ്ങോട്ട് മനപ്പാടം പഠിച്ച് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറയും. അതല്ലേ? അതത്ര നല്ലതൊന്നുമല്ല. ഇങ്ങനെ ചറപറ ഫിലിം ചെയ്യാൻ നേരത്ത് അതങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഡയലോഗിൽ പഞ്ചില്ലെങ്കിൽ പണി വാളും.